ഹായ് നമസ്കാരം. അഭിലാഷ് ഷാട്ടയാണ്. അപ്പോൾ ഇന്നലെ ഒരു നല്ലൊരു സിനിമ കണ്ടു, പൈപ്പിൻ ചോട്ടിലെ പ്രണയം. നല്ലൊരു സിനിമ എന്ന് വെച്ചാൽ നല്ലൊരു സിനിമ. ഇതിലൊരുപാട് സന്ദേശങ്ങളുണ്ട്. കാരണം ഇത് കാണുമ്പോൾ ശരിക്കും നല്ല ഫീൽ ചെയ്യുന്ന ഒരേ സീൻസ് അതിനകത്തുണ്ട്. കുടിവെള്ളം കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതിനെല്ലാം വലിയ ഭാഗ്യമുള്ളവരാണ്. ഈ കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പൈപ്പിൻ ചോട്ടിലെ പ്രണയം എന്ന സിനിമയിലെ സുധി കോപ്പ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ വൈഫ് എന്താ പറയുക, കുടിവെള്ളം കിട്ടാതെയും അതുപോലെ തന്നെ കിട്ടുന്ന വെള്ളം കുടിച്ച് അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്യുന്നൊരു സീനുണ്ട്. ശരിക്കും നല്ലൊരു സങ്കടപ്പെടുത്തുന്നൊരു സീൻസാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടിവെള്ളം ഒരുപാട് പേര് പാഴാക്കി കളയുന്നുണ്ട്. വെള്ളം കുടിച്ചിട്ട് എന്താ പറയുക, കുടിക്കണ വെള്ളം പകുതി എറിഞ്ഞ് കളയുന്നു. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പൈപ്പിൻ ചോട്ടിലെ പ്രണയം എന്ന സിനിമ നമുക്കെല്ലാവർക്കും ഒരു തേങ്ങലാണ്. ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ സന്ദേശമുണ്ട് സിനിമയിൽ. ശരിക്കും ഒരു നല്ലൊരു നന്മയുള്ളൊരു സിനിമയാണ്. ഇത് കാണാണ്ടിരിക്കരുത്. ഇപ്പോൾ യൂട്യൂബിലുണ്ട് പൈപ്പിൻ ചോട്ടിലെ പ്രണയം. ഇതിൽ നീരജ് മാധവ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രം, അജു വർഗീസ്, അതുപോലെ ഒരുപാട് സുധി കോപ്പ, പിന്നെ നമ്മുടെ ഉപ്പും മുളകിലെ പയ്യൻ, അങ്ങനെ ഒരുപാട് പേര് നല്ല നല്ല വേഷങ്ങൾ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണുക പൈപ്പിൻ ചോട്ടിലെ പ്രണയം. കുടിവെള്ളത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സിനിമയാണ്. ഓരോ തുള്ളി വെള്ളവും പാഴാക്കാണ്ട്, അതുപോലെ തന്നെ വെള്ളം കിട്ടാതെ വലയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന കുറേ ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ട്. എന്തായാലും ഈ സിനിമയിൽ നിന്ന് കാണുക, നല്ലൊരു സന്ദേശമാണ്.